ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് പ്രോഫറ്റ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ലാമിന്റെ പരിശുദ്ധമായ അടിസ്ഥാന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതെ അള്ളാഹു മനുഷ്യന് നൽകിയ ബുദ്ധിയെയും ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള അനുവാദത്തെയും പരിഗണിച്ചുള്ള ഒരു വ്യക്തിപരമായ ചിന്ത മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ചിന്താ വിഷയമായിട്ട് മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് സയൻസ് പറയുമ്പോൾ അതിനുള്ളിലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് മതം പറയുന്നു. സയൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അള്ളാഹുവിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചാണ്, മെക്കാനിസം ഓഫ് ഗോഡ്. എന്നാൽ മതം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശമാണ്, പർപ്പസ് ഓഫ് ഗോഡ്. സയൻസ് ജീവന്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നു, മതം മനുഷ്യൻ എന്ന തുടക്കത്തെക്കുറിച്ച് പറയും. സയൻസിന് മനുഷ്യന്റെ രൂപമാറ്റത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡാർവിന്റെ എവല്യൂഷൻ തിയറി തെറ്റാണെന്നോ ശരിയാണെന്നോ എന്ന് എനിക്ക് പേഴ്സണലി അഭിപ്രായമില്ല. എന്ന് വെച്ചാൽ തെറ്റാം തെറ്റാതിരിക്കാം എന്നാണ് കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ബുദ്ധി, വിവേകം, ചിന്താശക്തി ഇതെവിടെ നിന്ന് വന്നു എന്ന ചോദ്യത്തിന് മുന്നിൽ സയൻസ് സൈലന്റ് ആണ്. ഒരു ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ 98% DNA സാമ്യമുണ്ടെന്ന് സയൻസ് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ബാക്കിയുള്ള വെറും ആ 2% കൊണ്ടാണ് മനുഷ്യൻ ഈ കണ്ട ലോകം മുഴുവൻ കീഴടക്കിയത്? ഇനി അതല്ല, അള്ളാഹു മനുഷ്യനെ തെരഞ്ഞെടുത്തുണ്ടാക്കിയത് കൊണ്ടാണോ മനുഷ്യൻ മനുഷ്യനായത്? ഇവിടെയാണ് ആദം അലൈഹിസ്സലാം എന്ന റവല്യൂഷൻ, വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യനെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാകുന്നത് മണ്ണിൽ നിന്നാണ്. നമ്മളത് ഭക്ഷിക്കുന്നു, എന്നിട്ടത് നമ്മുടെ കോശങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ നോക്കിയാൽ ഇന്നും നമ്മൾ മണ്ണിൽ നിന്ന് തന്നെയല്ലേ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ നേരത്തെ ഭക്ഷണവും നമ്മളെ വീണ്ടും 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 മണ്ണിൽ നിന്ന് തന്നെയല്ലേ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെയാണ് സയൻസ് ബയോകെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി വേറൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടുള്ള മൂലകങ്ങളാണ് ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം, ഇരുമ്പ്. ഇതൊക്കെ ഇതേ സെയിം മൂലകങ്ങൾ തന്നെയാണ് ഭൂമിയിലുള്ള മണ്ണിലുള്ളത്. സോ മനുഷ്യൻ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക്കലി ക്ലാഷ് ഇല്ലാത്ത ഒരു നാച്ചുറൽ ഫിനോമിനൻ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഖുർആനിൽ അള്ളാഹു ആദം നബിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മനുഷ്യ സമാനമായ സൃഷ്ടികൾ ഉണ്ടായിരുന്നേക്കാം. എന്നാൽ അവരിൽ നിന്ന് സവിശേഷമായി തിരഞ്ഞെടുക്കപ്പെട്ട ബുദ്ധിയും ചിന്താശക്തിയും ഉത്തരവാദിത്തവും നൽകി അള്ളാഹു ആദരിച്ച ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യനായിരിക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ആദം നബിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ ജീവികളിൽ നിന്ന് ഒരാൾ എടുത്തു എന്നൊന്നും ഒറ്റയടിക്ക് അങ്ങ് ചിന്തിച്ചേക്കരുത്. അതിനൊക്കെ നമ്മളെ ചിന്ത കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില ദൈവികമായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടായിരിക്കാം. അള്ളാഹു ആലം. എല്ലാത്തിനും നമ്മൾ യുക്തി തപ്പിപ്പോകരുത്. കാരണം വിശ്വാസം ആ യുക്തിയുടെയും അപ്പുറത്താണ്. ഖുർആനിൽ ആദം നബിയുടെ സെട്ടിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിയോഗിക്കുകയാണോ? അന്ന് ആദം നബി വന്നിട്ടില്ല. അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ മലക്കുകൾക്ക് അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും കഴിയില്ല. എന്നിട്ടും മലക്കുകൾ രക്തം ചിന്തുന്നവർ എന്ന് വിളിക്കണമെങ്കിൽ അത്തരം സ്വഭാവമുള്ള എന്തോ തരം ജീവികളെ മുമ്പ് മലക്കുകൾ ഭൂമിയിൽ കണ്ടിട്ടുണ്ടാവണം. ഇതെൻ്റെ അഭിപ്രായമല്ല, തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ആദം നബിക്ക് മുമ്പേ ഭൂമിയിൽ മനുഷ്യ സമാനമായ അല്ലെങ്കിൽ ചിന്തയോ ബോധമോ ഇല്ലാത്ത ജീവികൾ ഉണ്ടായിരുന്നേക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം.